സാത്താൻ തന്റെ ശക്തി നൽകുന്നു. അവതാരകൻ സെലിൻ ബൽരാജ്. ഡേവിഡ് വലിയ പ്രതിസന്ധിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് പരാജയപ്പെടുകയായിരുന്നു. അദ്ദേഹം കടത്തിലായിരുന്നു. എന്തായാലും എനിക്ക് വേഗത്തിൽ സമ്പന്നനാകണം എന്ന് അദ്ദേഹം കരുതി. ഒരു രാത്രി ഗ്രാമത്തിലെ ഒരു വിദൂര പ്രദേശത്ത് മായൻ എന്ന മാന്ത്രികനെ കണ്ടുമുട്ടി. മായൻ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കും. പക്ഷേ നിങ്ങൾ സാത്താന്റെ ശക്തി കടം വാങ്ങണം. പലിശ നിങ്ങളുടെ സമാധാനമായിരിക്കും. അത്യാഗ്രഹിയായ ഡേവിഡ് ചിന്തിക്കാതെ സമ്മതിച്ചു. മന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ അവനിലേക്ക് ഒഴുകാൻ തുടങ്ങി. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ഡേവിഡ് വളരെ ധനികനായി. ഒരു മാളികയും കാറും ഉപയോഗിച്ച് അവൻ ആഡംബരപൂർവ്വം ജീവിച്ചു. പക്ഷേ ഒരു നിമിഷം പോലും അയാൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇരുണ്ട നിഴലുകൾ തന്നെ പിന്തുടരുമെന്ന ഭയം അദ്ദേഹത്തെ വേട്ടയാടി. അദ്ദേഹത്തിന്റെ വീട്ടിലെ സമാധാനം പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് സാമുവൽ ഞെട്ടിപ്പോയി. ഡേവിഡ്, വഴിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്ത് സാത്താന്റെ ഒരു കെണിയാണ്. അവൻ നിങ്ങളുടെ സമാധാനവും ആത്മാവും എടുത്തുകളയും. എന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ജീവൻ നൽകും. ആ രാത്രിയിൽ ദാവീദ് ഒരു ഭയാനകമായ സ്വപ്നം കണ്ട് ഭയന്നുപോയി. ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമയമായി. ഞാൻ നിന്റെ കുടുംബത്തെയും നിന്റെ ആത്മാവിനെയും എടുക്കും. ദാവീദ് ഭയത്താൽ വിറച്ചുകൊണ്ട് ശമൂവേലിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് കരഞ്ഞു. ദൈവമേ, എന്നെ രക്ഷിക്കൂ. ഈ ഇരുണ്ട ശക്തി എന്റെ ജീവൻ തിന്നുകയാണ്, അവൻ അപേക്ഷിച്ചു. ശമൂവേൽ അവനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ മകനെ സാത്താന്റെ പിടിയിൽ നിന്ന് വിടുവിക്കണമേ. നിന്റെ കൃപയാൽ അവനെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ദാവീദിന് ഹൃദയത്തിൽ ഒരു വലിയ മോചനം തോന്നി. ഇരുണ്ട നിഴലുകൾ അവനെ വിട്ടുപോയി. അനധികൃതമായി സമ്പാദിച്ച സമ്പത്തെല്ലാം ഉപേക്ഷിച്ച ദാവീദ് ദൈവത്തിന്റെ കൃപ തേടി. ഇപ്പോൾ അവൻ വളരെ സമ്പന്നനായിരുന്നു. പക്ഷേ ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയാത്ത ഒരു സമാധാനം അവൻ കണ്ടെത്തി. ദൈവം നൽകുന്ന സ്നേഹം ഒരു സമ്മാനമാണെന്നും അത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുമെന്നും അവൻ ലോകത്തെ അറിയിച്ചു.